കീം എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. റാങ്ക് പട്ടികയിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആദ്യ 100 റാങ്കുകളിൽ കേരള സിലബസിൽ നിന്നുള്ളവരുടെ എണ്ണം പാതിയിൽ താഴെയായി. രാഹുൽ ജീനാഥ് ചേരും. രാഹുൽ, നേരത്തെ സൂചിപ്പിച്ചാണ് എന്തുകൊണ്ട് ഈ പുതുക്കിയ ഫോർമുല എന്നുള്ളത് തന്നെ ഇതായിരുന്നു. റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന കേരള സിലബസുകാരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് ഇപ്പോൾ അത് വളരെ പ്രകടമാവുകയാണ്. 100-ൽ നേരത്തെ 43 പേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 79 CBSE വിദ്യാർത്ഥികളായിട്ടത് മാറുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് പുതിയ റാങ്ക് ലിസ്റ്റ്? ഒന്നാം റാങ്കിൽ വന്നിരിക്കുന്നത് ആരാണ്? ആദ്യ 10-ൽ കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികളുണ്ടോ? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം 41 പേരായിരുന്നു കഴിഞ്ഞ തവണ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ ആദ്യം 100 റാങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് 21 മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്നാം റാങ്കിൽ ലഭിച്ചിരിക്കുന്ന തിരുവനന്തപുരം സ്വദേശി ജോഷ്വ ജേക്കബ് തോമസ് ആണ്. ഈ ജോഷ്വ ജേക്കബ് തോമസ് ആദ്യം വന്ന ലിസ്റ്റിൽ 5-ാം റാങ്കുകാരനായിരുന്നു. 5-ാം റാങ്കുകാരനാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതായത് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ ആശങ്ക പരിഗണിച്ചുകൊണ്ടാണ് ആദ്യ ലിസ്റ്റ് അത്തരത്തിൽ പുതിയ ഫോർമുല പ്രകാരം പുറത്തു വന്നത്. അതിൽ 41 പേർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 21 ചുരുങ്ങിയിരിക്കുന്നു. 79 പേർ CBSEയിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5-ാം റാങ്കുകാരൻ ഇപ്പോൾ 1-ാമത് എത്തിയിരിക്കുന്നു. 1-ാം റാങ്ക് തിരുവനന്തപുരം സ്വദേശിയായ ജോഷ്വ ജേക്കബ് തോമസിനാണ്. 2-ാം റാങ്ക് എറണാകുളം സ്വദേശി ഹരികൃഷ്ണൻ ബൈജുവിനും 3-ാം റാങ്ക് തിരുവനന്തപുരം സ്വദേശിയായ എമിൽ ഐപ്പ് സക്രിയയ്ക്കുമാണ്. അതായത് ഇത്തരത്തിൽ ഒരു മാറ്റം വരുമ്പോൾ റാങ്കിൽ മാറ്റം ഉണ്ടാകുമെന്ന് വൈകുന്നേരം പറഞ്ഞിരുന്നു. ആശങ്ക ഉണ്ടാകുമല്ലോ വിദ്യാർത്ഥികൾക്കെന്ന് പറഞ്ഞപ്പോൾ മറ്റു വഴികളില്ലല്ലോ, കോടതിയെ അനുസരിക്കണമല്ലോ എന്ന് പറഞ്ഞ് എങ്ങനെയാണോ മുൻകാലങ്ങളിൽ എൻട്രൻസ് ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയ ഫോർമുല, അതേ ഫോർമുല പ്രകാരം വന്ന ലിസ്റ്റാണിത്. അതായത് എല്ലാ വിഷയങ്ങളും 1% ഈ പറയുന്ന വിഷയങ്ങൾക്ക് പുതിയ ഫോർമുലയിലേക്ക് മാറാതെ ആ ഒരു അനുപാതത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലാകും റിസൾട്ട് വരിക. അങ്ങനെ പഴയ ഫോർമുലയിൽ വന്ന റിസൾട്ട് ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് തന്നെ പുറത്തു വരുമെന്ന് വൈകുന്നേരം മന്ത്രി നമ്മോട് പറഞ്ഞിരുന്നു. അതായത് കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പറഞ്ഞ ഘട്ടത്തിൽ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പുറത്തു വിടണം. കാരണം കുട്ടികളുടെ അഡ്മിഷൻ അത് ആശങ്കയിലാക്കരുത്. കാരണം ഒരു ദിവസം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് വലിയ ആശങ്ക ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. അഡ്മിഷനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നുണ്ടാകുമെന്ന് പറഞ്ഞു. മന്ത്രി പറഞ്ഞതൊക്കെ ശരിയാണ്. മന്ത്രി പറഞ്ഞു തൊട്ടു പിന്നാലെ തന്നെ ഈ റിസൾട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്തു. പക്ഷേ ഇവിടെ പ്രശ്നത്തിലാകാൻ പോകുന്നത് കേരള സിലബസ് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളാണ്. ഇപ്പോൾ തന്നെ ആദ്യം 100-ൽ ഉണ്ടായിരിക്കുന്ന മാറ്റം നമുക്ക് മനസ്സിലാവുകയാണ്. പകുതിയിലേറെ പേർ പുറത്തായിരിക്കും, 100-നപ്പുറത്തേക്കായിരിക്കുന്നു. അപ്പോൾ ഓരോ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികൾ ഇത് കിട്ടുമോ? നേരത്തെയുള്ള റാങ്ക് ലിസ്റ്റിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ആശങ്കയിലാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്, അനിശ്ചിതാവസ്ഥ ഉണ്ടാവുകയാണ്. CBSEക്കാർ അവർ നടത്തിയ നിയമ പോരാട്ടം വിജയിക്കുന്നുണ്ടെങ്കിൽ പോലും കേരള സിലബസിന് തീർച്ചയായും അത് തന്നെയാണ്. ഇത് സംവിധാനത്തിന് പിഴവ് കൊണ്ട് അവർക്ക് ലഭിച്ചെന്ന് കരുതിയ ഒരു റാങ്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് മോശം തന്നെയാണ്. അത് തന്നെയാണ് നമ്മളിപ്പോഴും സൂചിപ്പിച്ചത്. കാരണം അത്തരമൊരു മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നത് സംവിധാനങ്ങളാണ്. അത് കൃത്യമായി എങ്ങനെ നടപ്പിലാക്കണം തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. കാരണം പ്രോസ്പെക്ടസ് പുറത്ത് വന്ന് അതിനുശേഷം ഒരു മാറ്റം ഉണ്ടാകുന്നു. ആ മാറ്റം എന്താണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ തന്നെ സാങ്കേതികമായ കുറേയധികം കാര്യങ്ങൾ വേണം. അത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ മാതാപിതാക്കളും ഒരു പറ്റം വിദ്യാർത്ഥികളും ആശങ്കാകുലരായിരുന്നു എന്ന് പറയാം. പക്ഷേ എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പോഴും റിസൾട്ട് പുറത്തു വരുമ്പോൾ ഇതാണ് കീമിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന സംവിധാനങ്ങൾ വിലയിരുത്തി അതിന്റെ പരിശോധന നടത്തി പുറത്തുവിടുന്ന റിസൾട്ടിൽ വിശ്വസിച്ച് 1-ാം റാങ്ക് ഇന്ന ആൾക്ക് 2-ാം റാങ്ക് ഇന്ന ആൾക്ക് എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി അവർ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു.